ഇന്ന് എഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. താറാമുട്ട ഇഷ്ടമുള്ളവർക്ക് അതിലും ഉണ്ടാക്കാം. അല്പം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പിൽ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇന്ന് സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ബുർജിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ സവാള ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇത്രയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കരുത്. എഗ് ബുർജിക്ക് സവാളയാണ് വേണ്ടത്. എഗ് ബുർജിക്ക് വേറെയും റെസിപ്പീസ് ഉണ്ട്, അത് വേറെ വീഡിയോസിൽ കാണിച്ചു തരാം. ഇനി ഇതെല്ലാം കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെറുതെ ഗ്ലോസി ടെക്സ്ചർ ആയാൽ പോരാ, ഇതേമാതിരി കളർ ചേഞ്ച് വരണം. എന്നാൽ മാത്രമേ എഗ് ബുർജിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്തിട്ട് പൊടികൾ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, ഗരം മസാല ഇത്രയുമാണ് അതിലേക്ക് ചേർത്തത്. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോയും വഴറ്റിയെടുക്കണം. ടൊമാറ്റോ സോട്ട് ചെയ്യുന്നതിനിടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ടൊമാറ്റോ വേകുകയും ചെയ്യും, നല്ലതുപോലെ ഉടഞ്ഞു ചേരുകയും ചെയ്യും. മാത്രമല്ല പൊടികളുടെ ടേസ്റ്റും ഉപ്പും ടൊമാറ്റോയിലും ഇനി ചേർക്കാൻ പോകുന്ന മുട്ടയിലും നല്ലതുപോലെ പിടിക്കും. ഇളക്കി കൊടുക്കുന്നതിനിടയിൽ ടൊമാറ്റോ കുറേശ്ശെയായി കുത്തി ഉടച്ച് കൊടുക്കണം. അതിൽ കിടന്ന് വേകുന്നത് കൊണ്ട് പെട്ടെന്ന് കുത്തി ഉടച്ചെടുക്കാനും കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ടൊമാറ്റോ അരച്ച് ചേർക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ടൊമാറ്റോ ഉടഞ്ഞു ചേരുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. ടൊമാറ്റോ ഉടച്ചു ചേർക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 2 കോഴിമുട്ടയ്ക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോയാണ് വേണ്ടത്. ഇതിപ്പോൾ എല്ലാം പാകമായി കഴിഞ്ഞു. ഇതേമാതിരി ഇരിക്കണം. ഇനിയാണ് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർക്കുന്നത്. മുട്ട ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ സ്ക്രാമ്പിൾ ചെയ്യണം. അരപ്പും മുട്ടയും ചേർത്ത് നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഡ്രൈ ആയി വേറിട്ട് കിടക്കണം. എഗ് ബുർജി നമുക്ക് ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്ത് കഴിക്കാവുന്നതാണ്. പുട്ട്, ഇടിയപ്പം, അപ്പം, എന്തിനു പറയുന്നു, ചോറ് വരെ ഇതിനോടൊപ്പം കഴിക്കാം. ദൂരേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കൊണ്ടുപോയാൽ വിശക്കുമ്പോൾ കഴിക്കാവുന്നതാണ്. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് സ്ക്രാമ്പിൾ ചെയ്യണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പണി തീർന്നിട്ടില്ല, ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർക്കണം. കുറച്ച് ചേർത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എഗ് ബുർജി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്കും തരണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം.